പേഴ്സണൽ ലൈഫിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ട് നമുക്ക് AI ടൂളുകളായിക്കോട്ടെ, AI ടൂൾ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കണം. നമ്മുടെ ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ജോബ്, അതായത് 9 to 5 ജോബ് എന്ന് പറയുന്ന ആ സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് മാറണം? നമ്മുടെ ലൈഫിനെ നമ്മൾ ബിസിനസ് ആക്കണം. ഓരോ മനുഷ്യൻ്റെയും ജീവിതം എന്ന് പറയുന്നത് ഈസ് ഓൾ അബൌട്ട് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അതായത് നമ്മുടെ കഴിവുകളുടെ ഒരു പൊട്ടൻഷ്യലുണ്ട്. ഓരോ വ്യക്തിക്കും ഒരു പൊട്ടൻഷ്യലുണ്ട്, ഓരോ വ്യക്തിക്കും ഒരു ഫ്ലോ സ്റ്റേറ്റ് ഉണ്ട്. അത് കണ്ടെത്തിയ ശേഷം അതിലേക്കുള്ള മാക്സിമം നമ്മുടെ യാത്രയായിരിക്കണം. അതാണ് ആ സീഡിനുള്ളിൽ നമ്മളെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ DNA ആണ്. അതായത് ഡീപ് സീക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെ ഡീപ് സീക്ക് AIയുടെ DNA പോലെ തന്നെ നമ്മുടെ ഉള്ളിലെ ആ DNA എന്ന് പറഞ്ഞ മാക്സിമം പൊട്ടൻഷ്യലാണ്. അത് ഇനിയെങ്കിലും നമ്മൾ പുറത്തോട്ട് കൊണ്ടുവന്നില്ല എങ്കിൽ നമുക്ക് സാമ്പത്തിക ബാധ്യതകൾ, നമുക്ക് ദാരിദ്ര്യം, നമുക്ക് ബുദ്ധിമുട്ടുകൾ, ആങ്സൈറ്റി, ഇങ്ങനെയുള്ള എല്ലാവിധ ഘട്ടത്തിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഇപ്പം നമ്മൾ നരകത്തിലൂടെ കടന്നു പോയില്ല എങ്കിൽ, ആ നരകം എന്ന് പറയുന്നത് നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷമതകൾ, നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇതാ പറയുന്ന നമ്മളെ മെഷീൻ ആകാൻ എടുക്കുന്ന സമയമാണ്. ആ ഡെപ്തിലോട്ടുള്ള ആ ഒരു യാത്രയാണ്. എന്താ നമ്മൾ റാബിറ്റ് ഹോൾ എന്നൊക്കെ പറയും അല്ലേ? അതിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന ഒരു ഘട്ടമാണ്. ഇച്ചിരി പ്രയാസമാണ്. അതിലൂടെ നമ്മൾ കടന്ന് എന്താണ് അതിങ്ങനെ നമ്മൾ തുറന്നു പോകുമ്പോൾ എത്തിച്ചേരുന്നതാണ് എന്താണ്? നമ്മുടെ അൾട്ടിമേറ്റ് പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ മറുലോകം, അല്ലെങ്കിൽ ആ പറയുന്ന സ്വർഗ്ഗലോകം എന്ന് പറയുന്നത്.